ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആ വാർത്ത എന്ന് പറയുന്നത് ഒരു മുസ്ലിം യുവാവ്, ആ മുസ്ലിം യുവാവിൻ്റെ പേര് അബ്ദുൾ എഹ്തേഷൻ എന്നാണ്. യഥാർത്ഥത്തിൽ മലയാള മാധ്യമങ്ങളൊന്നും തന്നെ ആ യുവാവിൻ്റെ പേര് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുരുക്കം ചില മാധ്യമങ്ങൾ മാത്രമേ ഈ വാർത്തയും കൊടുത്തിട്ടുള്ളൂ. അതിൽ യുവാവിൻ്റെ പേരില്ല. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ എഹ്തേഷൻ എന്നാണ്. ഈ യുവാവ് ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി. ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. പ്രണയത്തിലായ ശേഷം 8 വർഷത്തെ പ്രണയമായിരുന്നു. ഈ സംഭവം നടക്കുന്നത് കുൽദേഹിയിലെ ചാർത്തവാൽ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. 8 വർഷവുമായിട്ടുള്ള പ്രണയത്തിലായിരുന്നു ഈ പെൺകുട്ടിയെ ഇയാൾ മാനസികമായിട്ടും സാമ്പത്തികമായും പോരാത്തതിന് ശാരീരികമായും ഉപയോഗിച്ചുകൊണ്ടിരുന്നു, പീഡിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഈ പെൺകുട്ടി അടക്കം പറയുന്നത്. ശേഷം ഈ പെൺകുട്ടിയെ ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. നിരന്തരം പ്രണയമാണെന്ന് നടിച്ച് പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി അറിയാൻ ഇടയായി ഇയാൾ തങ്ങളുടെ സമുദായത്തിൽ നിന്നുള്ള വേറൊരു പെൺകുട്ടിയുമായി വിവാഹത്തിന് കരാറിലേർപ്പെട്ടു. 1 മാസം മുമ്പ് അവരുടെ നിശ്ചയം കഴിഞ്ഞു എന്നും ഈ പെൺകുട്ടി അറിയാനായി ഇടയായി. ശേഷം നടന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ മുസാഫർ നഗറിനെ പോലും ഞെട്ടിച്ചിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ ധൈര്യം എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ, ഉത്തരേന്ത്യൻ സോഷ്യൽ മീഡിയ ഇതിനെ വലിയ രീതിയിൽ പ്രകീർത്തിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇത് ധൈര്യമാണോ അല്ലയോ എന്നൊക്കെ പ്രേക്ഷകർ തീരുമാനിച്ചുകൊള്ളുക. ശേഷം നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ കുൽദേഹിയിലെ ചാർത്തർ ഗ്രാമത്തിൽ ഈ സംഭവം നടന്ന ശേഷം ഈ പെൺകുട്ടി ഇയാളെ പ്രണയം നടിച്ച്, സ്നേഹം നടിച്ച് വിളിച്ചു വരുത്തുകയാണ്. നമ്മൾക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ്. വിളിച്ചു വരുത്തിയത് റെയിൽവേ സ്റ്റേഷൻ റോഡ് ഗസ്റ്റ് ഹൗസിലാണ് വിളിച്ചു വരുത്തിയത്. വിളിച്ചു വരുത്തുമ്പോൾ ഈ പെൺകുട്ടി ഇയാളുടെ കാറിൽ കയറുന്നു. ശേഷം ഈ ഗസ്റ്റ് ഹൗസിലേക്ക് പോകട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന വഴി ഈ പെൺകുട്ടിയും ഇയാളും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കം ഉണ്ടാകുന്നു. ഈ വിഷയത്തിൽ തർക്കം ഉണ്ടായ ശേഷം ഈ പെൺകുട്ടി ഗസ്റ്റ് ഹൗസിൽ കയറി മുറി ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ അബ്ദുൾ എഹ്തേഷാൻ എന്ന് പറയുന്ന ഇയാളെ ഈ പെൺകുട്ടി കൈകാര്യം ചെയ്യുകയാണ്. ഈ പെൺകുട്ടി അയാളെ കൈകാര്യം ചെയ്ത് അയാളുടെ ബോധം നഷ്ടപ്പെടുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഇയാൾ പൂർണ്ണമായും ബോധരഹിതനായി. ഈ പെൺകുട്ടി ഇയാളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു, ബോധരഹിതനായ ശേഷം നടന്ന സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിന് തന്നെ വലിയ ചർച്ചാ വിഷയം ആയി മാറിയിരിക്കുന്നത്. ഈ പെൺകുട്ടി അതിനുശേഷം ഒരു പേപ്പർ കട്ടർ കയ്യിൽ കരുതിയിരുന്നു. ആ പേപ്പർ കട്ടർ ഉപയോഗിച്ച് ഈ അബ്ദുൾ എഹ്തേഷാൻ എന്ന് പറയുന്ന ആളുടെ ജനനേന്ദ്രിയം മുറിച്ച് എടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് വലിയ ഒരു വാർത്തയായിരിക്കുകയാണ് ഇപ്പോൾ മുസാഫർ നഗറിൽ. ഈ ലോകം ഈ സംഭവം അറിയുന്നത് ഈ റിസപ്ഷനിസ്റ്റ്, അവിടെയുള്ള റിസപ്ഷനിസ്റ്റ് ഈ പെൺകുട്ടിയുടെ നിർദ്ദേശപ്രകാരം മുറിയിലേക്ക് വരികയും ശേഷം രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഈ അബ്ദുൾ എഹ്തേഷാൻ എന്നുള്ള ആളെ ഇയാൾ കാണുകയും ചെയ്തു. ഇനി ഒരു പെണ്ണിനും ഈ ഗതി വരരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ അയാളുടെ ജനനേന്ദ്രിയം മുറിച്ചെടുത്തത്. ശേഷം ഇയാൾ ഇത് നേരെ, അതായത് റിസപ്ഷനിസ്റ്റ് ഇത് നേരെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. സിവിൽ ലൈൻസ് പോലീസ് സ്റ്റേഷൻ CI ആണ് ഇത് അറിയിച്ചത്. വ്യോമ ബിൻഡാൽ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ഈ കാര്യം അറിയിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4:30 കൂടിയാണ് ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് അറിയുന്നത്. അതോടുകൂടി ഈ സംഭവം പുറം ലോകം അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ സംഭവം വളരെ വലിയ രീതിയിൽ വൈറലാകുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായി. പോലീസ് അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഇയാളെ കണ്ടു. ഉടനെ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് ഇയാളെയും ഈ യുവതിയെയും കൊണ്ടുപോയി. യുവതി യഥാർത്ഥത്തിൽ യാതൊരുവിധ സങ്കോചവുമില്ലാതെ ചിരിച്ചുകൊണ്ടാണ് അവിടെ പോയത് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുവതി അതിനുശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു, കൈമുറിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ഈ യുവതി വളരെ ബുദ്ധിമതിയാണ്. കാരണം കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടുകൂടി ഇവരുടെ ഭാഗത്തേക്ക് നിയമം ചായാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും ഈ വിഷയത്തിൽ ഈ പോലീസ് പറയുന്ന വേറൊരു കാര്യമെന്ന് പറയുന്നത് ഈ യുവതിയുടെ ധൈര്യമാണ്. ഈ യുവതിയുടെ ധൈര്യമാണ്. ഇത് ക്രൈമാണെങ്കിൽ പോലും യുവതിയുടെ ധൈര്യത്തെക്കുറിച്ച് പോലീസ് ഞെട്ടലോടുകൂടിയാണ് അവിടെയുള്ള മാധ്യമങ്ങളോടൊക്കെ പറയുന്നത്. ഈ യുവാവിന് ബന്ധമുണ്ട് എന്ന് യുവതിയുടെ വീട്ടുകാർക്ക് യഥാർത്ഥത്തിൽ അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ബന്ധത്തിലാണ് യഥാർത്ഥത്തിൽ ഈ യുവതി ഇയാൾ കല്യാണം കഴിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ യുവതി ഇത്തരത്തിൽ ഒരു കൃത്യത്തിന്
മുതിർന്നത് എന്ന് പോലീസ് പറയുന്നു. പോരാത്തതിന് ഈ യുവാവിന് ബോധം വന്നപ്പോൾ യുവാവ് ഞെട്ടിത്തരിച്ചു പോയി എന്നും പോലീസ് പറയുന്നു. ഈ യുവാവ് തൻ്റെ ഭാഗത്തെ നിയമം ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഈ യുവതി തന്നെ മർദ്ദിച്ചു, അവശനാക്കി, തൻ്റെ ബോധം പോയി. ഈ യുവതി പേപ്പർ കട്ടർ ഉപയോഗിച്ച് വണ്ടിയിൽ ഇരുന്നപ്പോൾ തന്നെ, അതായത് കാറിൽ ഇരുന്നപ്പോൾ തന്നെ കൊല്ലാനുള്ള ശ്രമം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഈ വിഷയം ഇപ്പോൾ എക്സ് ഹാൻഡിലടക്കം സോഷ്യൽ മീഡിയയിലടക്കം വടക്കൻ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ, UP മാധ്യമങ്ങളടക്കം വലിയ രീതിയിലുള്ള ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.